എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിലുള്ളവർക്ക് 1600 രൂപയുടെ വിതരണം ഉണ്ടായിരിക്കും. ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്നവർക്കും മെയ് മാസം 1600 രൂപയുടെ വിതരണം ഉണ്ടായിരിക്കും. കൂടാതെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ച സ്ഥിതിക്ക് 3200 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 3200 രൂപ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. അതായത് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ആധാർ നമ്പർ ഒന്നെടുത്തു വെക്കുക. ശേഷം മൊബൈൽ ഫോണിൽ സേവന പെൻഷൻ ഒന്ന് സെർച്ച് ചെയ്യുക. ശേഷം അതിൽ ആധാർ നമ്പർ നൽകേണ്ട സ്ഥാനത്ത് ആധാർ നമ്പർ നൽകുക. അതിന് താഴെ ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തു വെക്കുക. ഈ 2 വിവരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗുണഭോക്തൃ വിവരങ്ങൾ പൂർണ്ണമായും കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങൾ പരിശോധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ്ങിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ പരിശോധിക്കുക. ഇത് ബാധകമായിട്ടുള്ളവരാണെങ്കിൽ സമർപ്പിച്ച സമയവും മറ്റും കാണാൻ സാധിക്കും. സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത് എങ്കിൽ അത് അവിടെ കൃത്യമായി കാണാൻ സാധിക്കും. അങ്ങനെ നിർദ്ദേശം ലഭിച്ചവർ മാത്രം വെരിഫിക്കേഷൻ നടത്തിയാൽ മതിയാകും. ബാക്കിയുള്ള എല്ലാവർക്കും മെയ് മാസത്തിലെ തുക വിതരണം ചെയ്യുന്നതാണ്. അതായത് അവരുടെ സ്റ്റാറ്റസിൽ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താം. കഴിഞ്ഞ മാസം ലഭിച്ചതുപോലെ തന്നെ ഈ മാസവും അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. മെയ് മാസത്തെ പെൻഷൻ 25-നായിരിക്കും വിതരണം ചെയ്യുക. പെൻഷൻ വെബ്സൈറ്റിൽ എല്ലാവരും ഒന്ന് സ്റ്റാറ്റസ് പരിശോധിക്കുക. കാരണം ചിലർക്കെങ്കിലും പെൻഷൻ ലഭിക്കാതെയാവുമ്പോൾ മാത്രമാണ് അത് പരിശോധിക്കുക. എന്നാൽ ഈ മാസം പെൻഷൻ ലഭിക്കണമെങ്കിൽ പെൻഷൻ ലഭിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ ഇത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. സർട്ടിഫിക്കറ്റ് സബ്മിഷൻ, പെൻഷൻ മസ്റ്ററിങ് തുടങ്ങിയവ പോലെയുള്ളവ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അപ്ഡേഷൻ ചെയ്യാനുള്ള സമയമാണിത്. തനത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന തീയതിക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ തനത് മാസത്തെ പെൻഷൻ തുക കൈകളിൽ ലഭിക്കുകയുള്ളൂ. അതല്ല അതിന് ശേഷമാണ് നിങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നത് എങ്കിൽ ആ മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.